ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞാൻ മോളും കൂടെ റെഡി ആയിട്ടിരിക്കുന്നത് വേറെ അങ്ങോട്ടും അല്ല കേട്ടോ. നമ്മളുടെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 10 ദിവസങ്ങളിലും പരിപാടിയാണ്. രഥോത്സവം 13, 14 തീയതികളിലാണ്. 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെയും ഓരോ പരിപാടികൾ ഓരോ അമ്പലത്തായിട്ടുണ്ടാവും കേട്ടോ. കൃഷ്ണൻ, ശിവൻ, ഭരതൻ, ലക്ഷ്മി, അങ്ങനെ 4 രഥങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഭരതരാജ അമ്പലത്തിൽ ക്ലാസിക്കൽ ഡാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തല്ലേ, നമുക്ക് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന നേരം അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മോളും അമ്മായിയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അവൾക്ക് സിനിമാറ്റിക് ഡാൻസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉഷാറുണ്ടാവും. ഇപ്പോൾ ക്ലാസിക്കൽ ആയതുകൊണ്ട് അത്ര വലിയ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കണ്ടില്ല കേട്ടോ. എനിക്ക് ക്ലാസിക്കലിനോട് അത്ര വലിയ എനിക്ക് അർത്ഥങ്ങൾ അങ്ങനത്തതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അത്ര ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എൻ്റെ മോളെ പഠിപ്പിക്കണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 5-6 പാട്ടുകൾ മാത്രം, ഡാൻസുകൾ മാത്രം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. എൻ്റെ മോൾ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഓടാനും പിന്നെ എന്നെ പിച്ചാനും തല്ലാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് ഡാൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മിടുമിടുക്കരായ കുട്ടികൾ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോളെ ക്ലാസിക്കൽ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. ഈ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടതിൽ ഇത് രണ്ടും മാത്രമാണ് എനിക്ക് അറിയാവുന്ന സോങ് കേട്ടോ. അങ്ങനെ ഇതും കണ്ട് ഞാനും മോളും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട് അടുത്തായതുകൊണ്ട് പിന്നെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് വരാനൊന്നും പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ദോശ ഉണ്ടാക്കി ഞാനും മോളും കൂടെ അങ്ങ് കഴിച്ചു. കുറച്ച് നേരം കളിയും ചിരിയും ടി വിയൊക്കെ കണ്ടിട്ട് സുഭിക്ഷമായൊരു ഉറക്കത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചമ്മന്തിയും ദോശയും ഇഡലിപ്പൊടിയും വൈകുന്നേരം വെച്ച് ചായ കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു.